ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇറക്കുമതിയെയും ഹോർമൂസ് കടലെടുക്ക സംഘർഷം വലിയ രീതിയിൽ ബാധിക്കുന്നു. അതേസമയം ബദൽ മാർഗങ്ങളിലൂടെ എണ്ണ നീക്കവും ചരക്ക് നീക്കവും സുഗമമാക്കാനുള്ള വഴികൾ ഗൾഫ് രാജ്യങ്ങൾ തേടുകയാണ്. എങ്കിലും ഹോർമൂസ് പൂർണ്ണമായും തുറക്കാതെ ചരക്ക് നീക്കം ഇനി പഴയതുപോലെ ആകില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഇറാൻ US വെടിനിർത്തൽ നീട്ടിയെങ്കിലും ഹോർമുസ് പ്രതിസന്ധിക്ക് ഇപ്പോഴും പരിഹാരം കണ്ടെത്താനായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ കയറ്റുമതിയെ ഹോർമുസ് വിവാദം പ്രതിസന്ധിയിലാക്കുകയാണ്. അതേസമയം ഗൾഫിലേക്കുള്ള ഇറക്കുമതിയും ഇതോടൊപ്പം കുറഞ്ഞു. വിമാനമാർഗം അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നുണ്ടെങ്കിലും വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ വസ്തുക്കളുടെ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അതേസമയം ബദൽ മാർഗങ്ങളിലൂടെ എണ്ണ നീക്കവും ചരക്ക് നീക്കവും സുഗമമാക്കാനുള്ള വഴികൾ ഗൾഫ് രാജ്യങ്ങൾ തേടുകയാണ്. എങ്കിലും ഹോർമുസ് തുറക്കാതെ എണ്ണ നീക്കം ഇനി പഴയതുപോലെ ആകില്ല. കൂടാതെ ഇന്ധന പ്രതിസന്ധി തുടരുകയും ചെയ്യുന്നു. ഹോർമുസ് വിവാദം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് യൂറോപ്യൻ യൂണിയൻ എനർജി കമ്മീഷന്റെ നിലപാട്. പ്രതിദിനം $60 കോടി ഇതുവഴി യൂറോപ്പിന് മാത്രം നഷ്ടം വരുത്തിയത്. ഇതിനിടെ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് അമേരിക്കയും ഇറാനും തുടരുന്നു. ചരക്ക് കപ്പലുകൾ തടഞ്ഞതിലൂടെ ഹോർമുസ് കടലെടുക്ക് ഇപ്പോഴും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന സന്ദേശമാണ് ഇറാനും US പൊതുസമൂഹത്തിന് നൽകുന്നത്. നാവിക ഉപരോധം തുടരുന്നതിനാൽ ഹോർമുസ് പൂർണ്ണമായും തുറക്കാനായിട്ടില്ല. അതിനാൽ ഹോർമുസ് സംഘർഷം തുടരുന്നത് വഴി ലോകത്തിന്റെ കയറ്റുമതിയും ഇറക്കുമതിയും താളം തെറ്റുകയാണ്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.